ഫ്രണ്ട്സ്, ഈ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് സിഗ്നൽ ഫ്ലോ ഗ്രാഫിൻ്റെ ഒരു പ്രോബ്ലമാണ്. ഫൈൻഡ് ദ ഓവറോൾ ട്രാൻസ്ഫർ ഫംഗ്ഷൻ. നമുക്ക് ഇങ്ങനെ ഒരു സിഗ്നൽ ഫ്ലോ ഗ്രാഫാണ് നമുക്കിവിടെ തന്നിട്ടുള്ളത്. ഇവിടെ നമുക്ക് ഒരുപാട് ഫോർവേഡ് പാത്തുകളുണ്ട്. നമുക്കത് എങ്ങനെയാണ് ഈ ഫോർവേഡ് പാത്തുകളൊക്കെ വരുന്നതെന്ന് നോക്കാം. കുറച്ച് കോംപ്ലിക്കേറ്റഡ് ഗ്രാഫാണ് നമുക്കിവിടെ തന്നിട്ടുള്ളത്. ഇവിടെ ഫസ്റ്റ് ഫോർവേഡ് പാത്ത് നോക്കാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഫോർവേഡ് പാത്ത് എന്ന് പറയുമ്പോൾ ഈ 1 2 3 4 5 6 അങ്ങനെ കണക്ട് ചെയ്യുന്ന ആ ഒരു നോഡുകൾ ഉണ്ടല്ലോ. അപ്പോൾ അതാണ് ഫസ്റ്റ് ഫോർവേഡ് പാത്ത് ഉള്ളത്. അപ്പോൾ നമ്മളിത് മാറ്റി വച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ് നമുക്ക് അവിടെ വരുന്നത് ആ ഫസ്റ്റ് ഫോർവേഡ് പാത്ത്. അപ്പോൾ ഇവിടെ ഗെയിൻ നമുക്ക് ഇങ്ങനെ വരുന്നത് ഇവിടെ G2 അതേപോലെ G4 G6 ആണ്. അപ്പോൾ ആ ഒരു ഫോർവേഡ് പാത്തിൻ്റെ ഗെയിൻ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് P1 ഈസ് ഈക്വൽ ടു ഇവിടെ G2 G4 G6 ആണ് അവിടെ വരുന്നത്. ഇനി സെക്കൻഡ് ഫോർവേഡ് പാത്ത് എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ 1 2 7 8 5 6 അങ്ങനെ കണക്ട് ചെയ്യുന്ന ആ ഒരു ഗ്രാഫാണ്. അപ്പോൾ നമ്മളിവിടെ വരച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ 1 അതുപോലെ G3 G5 G7 അതാണ് അവിടെ ഗെയിൻ പ്രോഡക്റ്റ് വരുന്നത്. അപ്പോൾ അവിടെ നമുക്ക് എന്തായിരിക്കും വരിക ആ ഒരു ഗെയിൻ എന്ന് പറയുന്നത് നമ്മൾ ഇതിൻ്റെ ഗെയിൻ പ്രോഡക്റ്റ് എടുത്താൽ മതി G3 G5 G7. ഇനി നമുക്ക് അവിടെ അടുത്ത ഫോർവേഡ് പാത്ത് നോക്കാം. അപ്പോൾ അടുത്ത ഫോർവേഡ് പാത്ത് നമുക്ക് ഇവിടെ 1 2 3 8 5 6 അങ്ങനെ കണക്ട് വരുന്ന ആ ഒരു ഗ്രാഫാണ്. അപ്പോൾ നമ്മളിത് മാറ്റി വരച്ചിട്ടുണ്ട്. ഇതാണ് ആ ഒരു ഗ്രാഫ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ അതിൻ്റെ ഗെയിൻ വരുന്നത് G2 G1 അതുപോലെ G7 ആണ്. അപ്പോൾ അവിടെ നമുക്ക് ആ P3 എന്ന് പറയുന്നത് അതിൻ്റെ ഗെയിൻ പ്രോഡക്റ്റ് എടുക്കുമ്പോൾ എന്ത് വരും G2 G1 G7 എന്ന് വരും. ഒന്ന് നമ്മൾ അറേഞ്ച് ചെയ്താണെങ്കിൽ അവിടെ G1 G2 G7 എന്നവിടെ പറയും. ഇനി നമുക്ക് അടുത്ത ഫോർവേഡ് പാത്ത് നോക്കാം. അടുത്ത ഫോർവേഡ് പാത്ത് എന്ന് പറയുന്നത് 1 2 7 4 5 6 വരുന്ന ആ ഗ്രാഫാണ്. അപ്പോൾ അതവിടെ മാറ്റി വരച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ഗെയിൻ വരുന്നത് G3 G8 G6 ആണ് അവിടെ വരുന്നത്. അപ്പോൾ അതിൻ്റെ ഗെയിൻ പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ അവിടെ എങ്ങനെയായിരിക്കും വരിക P4 എന്നവിടെ കൊടുക്കാം എന്ന് പറയുന്നത് G3 G8 G6. ഇത് നമുക്കവിടെ ഗ്രൂപ്പ് ചെയ്താണെങ്കിൽ അവിടെ G3 G6 G8 എന്നവിടെ വരും. ഇനി നമുക്ക് അടുത്ത ഫോർവേഡ് പാത്ത് നോക്കാം. അടുത്ത ഫോർവേഡ് പാത്ത് എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെയാണ് 1 2 7 4 അതുപോലെ 3 8 5 6 അപ്പം അങ്ങനെ ഒരു ഫോർവേഡ് പാത്താണ് നമ്മളിവിടെ വരച്ചിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ഒരു ആ ഫോർവേഡ് പാത്തിൻ്റെ ഗെയിൻ നമുക്ക് എങ്ങനെ വരാൻ നോക്കാം. അപ്പോൾ അവിടെ എന്താണ് വരുന്നത് ഇവിടെ ഒരു ഫീഡ്ബാക്ക് നെറ്റ്വർക്ക് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ -H1 ആണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഗെയിൻ എന്ന് പറയുന്നത് നെഗറ്റീവാണ് വരിക. അപ്പോൾ P5 ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് ഇവിടെ G3 G8 H1 G1 G7 ഇങ്ങനെ നമുക്കത് ആ ഗെയിനുകൾ പ്രോഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ കിട്ടും. ഇനി അടുത്ത ഫോർവേഡ് പാത്ത് ഇങ്ങനെയാണ് 1 2 3 8 7 4 5 6 ഇതാണ് ആ ഫോർവേഡ് പാത്ത് എന്ന് പറയുന്നത്. ഇവിടെ ആയാലും നമുക്കിവിടെ ഒരു ഫീഡ്ബാക്ക് നെറ്റ്വർക്ക് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഗെയിൻ നെഗറ്റീവ് ആയതുകൊണ്ട് P6 എന്ന് പറയുന്നത് അതായത് സിക്സ്ത് ഫോർവേഡ് പാത്തിൻ്റെ ഗെയിൻ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് -G2 G1 H2 G8 G6 അപ്പം അങ്ങനെയാണ് നമുക്കവിടെ വരുന്നത്. ഇനി നമുക്കവിടെ ഇൻഡിവിജ്വൽ ലൂപ്പ് നോക്കാം. ഇൻഡിവിജ്വൽ ലൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 3 4 അവിടെ വരുന്നൊരു ലൂപ്പ് ഉണ്ട്. അപ്പോൾ അത് നമുക്കിവിടെ വരച്ചിട്ടുണ്ട് G4 -H1 അവിടെ അങ്ങനെയാണ് വരുന്നത്. ആൻഡ് ഇവിടെ 7 8 വരുന്നൊരു ലൂപ്പ് അതെങ്ങനെയാണ് വരുന്നത്. ആൻഡ് ഇതേപോലെ തന്നെ 7 4 3 8 7 അങ്ങനെ വരുന്ന ഒരു ലൂപ്പ് ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ മാറ്റി വരച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് അവിടെ ലൂപ്പ് വരുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഗെയിൻ പ്രോഡക്റ്റ് നോക്കാം. അപ്പോൾ P11 അതായത് ഫസ്റ്റ് ഇൻഡിവിജ്വൽ ലൂപ്പിൻ്റെ ഗെയിൻ പ്രോഡക്റ്റ് എടുക്കുമ്പോൾ അവിടെ എന്തായിരിക്കും വരിക അവിടെ -G4 H1 ആണ് വരിക. കാരണം ഇവിടെ ലൂപ്പാണ് അവിടുത്തെ ഗെയിൻ എന്ന് പറയുന്നത് -H1 ആണ്. അവിടെ P11 നമുക്കവിടെ -G4 H1 കിട്ടി. ഇനി സെക്കൻഡ് ഇൻഡിവിജ്വൽ ലൂപ്പ് അവിടെ എന്തായിരിക്കും വരിക അവിടെ -G5 H2 അതിൻ്റെ ഗെയിൻ പ്രോഡക്റ്റ് എടുക്കുമ്പോൾ നമുക്കവിടെ കിട്ടാം. ഇനി നമുക്ക് തേർഡ് ലൂപ്പ് എടുക്കുമ്പോൾ ഇവിടെ 2 ഫീഡ്ബാക്കിൻ്റെ ആ ഒരു പാത്ത് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഗെയിൻ -H1ഉം ഇവിടെ -H2 ആണ് വരുന്നത്. അപ്പോൾ അത് നമുക്ക് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ അവിടെ പോസിറ്റീവ് ആവാൻ വരിക. അപ്പോൾ അവിടെ എന്തായിരിക്കും വരിക G1 H2 G8 H1 നമുക്ക് അവിടെ കിട്ടി. അപ്പോൾ അതൊന്ന് ഗ്രൂപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്കവിടെ G1 G8 H1 H2 നമുക്കവിടെ വരും. ഇനി നമുക്കവിടെ 2 നോൺ ടച്ചിങ് ലൂപ്പ് നോക്കാം. അപ്പോൾ 2 നോൺ ടച്ചിങ് ലൂപ്പ് എന്ന് പറയുമ്പോൾ ഇവിടെ 3 4 വരുന്ന ആ ഒരു ലൂപ്പും അതുപോലെ 7 8 വരുന്ന ആ ഒരു ലൂപ്പുമാണ് നമുക്കിവിടെ ഉള്ളത്.
അപ്പോൾ അതിൻ്റെ ഗെയിൻ പ്രൊഡക്റ്റ് നമുക്കവിടെ എടുക്കണം. അപ്പോൾ അവിടെ ഗെയിൻ പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ നമുക്കവിടെ ആ ഫസ്റ്റ് കോമ്പിനേഷനാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളവിടെ P12 എന്നാണ് അവിടെ ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ P12 എന്ന് പറയുന്നത് ഇവിടെ -G4H1 ഇൻറ്റു -G5H2. നമുക്കത് ഗെയിൻ പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ അവിടെ എന്ത് വരും? G4 G5 H1 നമുക്ക് അവിടെ കിട്ടി. നമുക്കിവിടെ 6 ഫോർവേഡ് പാത്താണ് നമുക്കവിടെ വരുന്നത്. അപ്പോൾ നമുക്ക് അതുകൊണ്ട് തന്നെ അവിടെ Δ1 Δ2 Δ3 Δ4 Δ5 ആൻഡ് Δ6 അത് നമ്മളവിടെ കണ്ടുപിടിക്കണം. നമുക്ക് അതിൽ ആദ്യം Δ1 എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ നോക്കാം. അപ്പോൾ Δ1 കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഫസ്റ്റ് ഫോർവേഡ് പാത്ത് എടുക്കുക. ഇതായിരുന്നു ആ ഫസ്റ്റ് ഫോർവേഡ് പാത്ത് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ടച്ച് ചെയ്യാത്ത ലൂപ്പ് നമ്മൾ എഴുതാൻ നോക്കാം. അപ്പോൾ ഇത് ഇങ്ങനെ ഒരു ഫോർവേഡ് പാത്ത് നമ്മളിവിടെ എടുക്കുമ്പോൾ അവിടെ ടച്ച് ചെയ്യാത്ത ലൂപ്പ് വരുന്നത് ഇതാണ്. ഈ G5 -H2 വരുന്ന ലൂപ്പ് ഉണ്ടല്ലോ, 7th and 8th കണക്ട് ചെയ്യുന്ന ആ ഒരു ലൂപ്പാണ് നമുക്ക് അവിടെ ടച്ച് ചെയ്യാത്ത ലൂപ്പ് വരുന്നത്. അപ്പോൾ നമ്മളവിടെ അത് മാറ്റി വരച്ചിട്ടുണ്ട്. അവിടെ വരുന്നത് G5 and -H2 ആണ്. അപ്പോൾ അതിൻ്റെ 1 - അതിൻ്റെ ഗെയിൻ പ്രോഡക്റ്റ് ആണ് നമുക്ക് അവിടെ വരുന്നത്. അപ്പോൾ Δ1 = 1 - of G5H2 എന്ന് വരും. അപ്പോൾ അവിടെ എന്ത് വരും? 1 + G5H2. ഇതായിരിക്കും അവിടെ Δ1 വരാം. ഇനി അതുപോലെ തന്നെ നമുക്ക് ഒരു Δ2 കണ്ടുപിടിക്കാം. ഇപ്പോൾ Δ2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സെക്കൻഡ് ഫോർവേഡ് പാത്ത് ഏതായിരുന്നു? നമ്മൾ ഈ 1 2 7 8 5 6 കണക്ട് ചെയ്യുന്ന ആ ഒരു ഗ്രാഫായിരുന്നു. അപ്പോൾ അതോടെ മാറ്റി വരച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ടച്ച് ചെയ്യാത്ത ലൂപ്പ് എന്ന് പറയുമ്പോൾ ഈ ഒരു G4 and -H1 വരുന്ന ലൂപ്പ് ഉണ്ടല്ലോ, 3rd and 4th നോഡ് കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ലൂപ്പ് അതായിരിക്കും നമ്മുടെ ആ ടച്ച് ചെയ്യാത്ത ലൂപ്പ് എന്ന് പറയുന്നത് ആ സെക്കൻഡ് ഫോർവേഡ് പാത്തിൽ. അപ്പോൾ അതിൻ്റെ ഗെയിൻ പ്രോഡക്റ്റ് എന്തായിരിക്കും വരിക? ഗെയിൻ പ്രോഡക്റ്റ് -G4 and H1 ആണ്. അപ്പോൾ അവിടെ Δ2 എന്ന് പറയുന്നത് 1 - അതിൻ്റെ ഗെയിൻ പ്രോഡക്റ്റ് ആയിരിക്കും വരിക. അപ്പോൾ 1 - -G4H1 എന്ന് പറയുന്നത് എന്ത് കിട്ടും? 1 + G4H1 നമുക്ക് അവിടെ കിട്ടി. ഇനി നമുക്ക് അവിടെ തേർഡ് ഫോർവേഡ് പാത്ത് എടുക്കാം. അപ്പോൾ അതിൽ ടച്ച് ചെയ്യാത്ത ഏതെങ്കിലും ലൂപ്പ് ഉണ്ടോ എന്ന് നോക്കാം. ഇവിടെ തേർഡ് ഫോർവേഡ് പാത്ത് എന്ന് പറയുന്നത് ഈ 1 2 3 8 5 6 കണക്ട് ചെയ്യുന്ന ആ ഒരു ഗ്രാഫായിരുന്നു. അപ്പോൾ അതിൽ നമുക്ക് ലൂപ്പ് വരുന്നത് ഈ ഒരു G5 -H2 അതേപോലെ ഇതും ആണ് അവിടെ ലൂപ്പ് വരുന്നത്. അപ്പോൾ ഈ ഒരു നോഡിൽ എന്താണ്? അത് ടച്ചിങ് ആണ്. അതായത് നമുക്ക് ടച്ച് ചെയ്യാത്ത ഒരു ലൂപ്പ് പോലും ഇല്ല ഈ തേർഡ് ഫോർവേഡ് പാത്തിൽ. അപ്പോൾ നമുക്കത് ഉണ്ടായിരുന്നെങ്കിൽ 1 - അതിൻ്റെ ഗെയിൻ പ്രോഡക്റ്റ് ആയിരുന്നു നമ്മൾ അവിടെ എഴുതാം. ഇവിടെ നമുക്ക് ഒന്നും ഇല്ലാത്ത കാരണം കൊണ്ട് അവിടെ നമുക്ക് അവിടെ ആ ഗെയിൻ പ്രോഡക്റ്റ് 0 എന്ന് അവിടെ കൊടുക്കാം. അതായത് 1 - 0 എന്ന് പറയുമ്പോൾ എത്ര വരിക? Δ3 എന്ന് പറയുന്നത് അവിടെ 1 കിട്ടി. ഇനി അതേപോലെ തന്നെ നമുക്ക് ഫോർത്ത് ഫോർവേഡ് പാത്ത് എടുക്കാം. അപ്പോൾ ഫോർത്ത് ഫോർവേഡ് പാത്ത് എന്ന് പറയുന്നത് ഈ ഒരു ഗ്രാഫായിരുന്നു. നമ്മൾ 1 2 7 4 5 6. അപ്പോൾ അതിലും നമുക്ക് എന്താണ്? ടച്ച് ചെയ്യാത്ത ഒരു ലൂപ്പ് പോലും ഇല്ല. ഈ രണ്ട് ലൂപ്പുകളും ഇവിടെ ഈ 7ലും അതുപോലെ 4ലും അവിടെ ടച്ചിങ് ആണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇല്ലാത്ത കാരണം കൊണ്ട് 1 - അതിൻ്റെ ഗെയിൻ പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ ഗെയിൻ പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ എന്താ? ടച്ച് ചെയ്യാത്ത കാരണം നമ്മൾ 0 കൊടുക്കുകയാണ്. അപ്പോൾ 1 - 0 Δ4 എന്ന് പറയുന്നത് അവിടെ 1 കിട്ടി. ഇനി നമുക്കവിടെ ഫിഫ്ത്ത് ഫോർവേഡ് പാത്ത് ഉണ്ടല്ലോ, അതിൽ ടച്ച് ചെയ്യാത്ത ലൂപ്പ് ഉണ്ടോ എന്ന് നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് ആ ഒരു ഫോർവേഡ് പാത്ത് നമുക്ക് ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇവിടെ എല്ലാ ലൂപ്പായിട്ടും ടച്ചിങ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ ടച്ച് ചെയ്യാത്ത കാരണം കൊണ്ട് അവിടെ എന്ത് പറയാം? 1 - അതിൻ്റെ ഗെയിൻ പ്രോഡക്റ്റ് എന്നാണല്ലോ പറഞ്ഞത്. അപ്പോൾ അത് ഇല്ലാത്ത കാരണം നമുക്ക് അവിടെ 0 കൊടുക്കാം. അപ്പോൾ 1 - 0 എന്ന് പറയുന്നത് അവിടെ Δ5 എന്ന് പറയുന്നത് 0 വരും. അതുപോലെ സിക്സ്ത് ഫോർവേഡ് പാത്തും അതേപോലെയുള്ളൊരു ഫോർവേഡ് പാത്ത് തന്നെയാണ് നമുക്ക് അവിടെ വരുന്നത്. ഇവിടെയാണെങ്കിലും നമുക്ക് എന്താണ്? ഒറ്റ ലൂപ്പായിട്ടും ടച്ച് ചെയ്യാത്തതില്ല അല്ലേ? എല്ലാ ലൂപ്പായിട്ടും നമുക്ക് എല്ലാ നോഡിലും ഇവിടെ ടച്ച് ചെയ്തിട്ടാണ് പോകുന്നത്. അതായത് ടച്ച് ചെയ്യാത്ത ലൂപ്പ് ഇല്ലാത്ത കാരണം കൊണ്ട് Δ6 എന്ന് പറയുന്നത് 1 - 0 ആണ് വരുന്നത്. കാരണം അവിടെ ഗെയിൻ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് 0 ആണ് വരുന്നത്, ടച്ച് ചെയ്യാത്ത ലൂപ്പ് ഇല്ലാത്ത കാരണം കൊണ്ട്. അവിടെ 1 - 0 എന്ന് പറയുന്നത് അവിടെ Δ6 1 വരും. അപ്പോൾ നമ്മളവിടെ ഇൻഡിവിജ്വൽ ലൂപ്പ് ഗെയിനും അതുപോലെ 2 നോൺ ടച്ചിങ് ലൂപ്പുകളുടെ ഗെയിൻ പ്രൊഡക്റ്റും നമ്മളവിടെ എടുത്തിരുന്നു. അവിടെ P11 P21 ആൻഡ് P31 അതായിരുന്നു ഇൻഡിവിജ്വൽ ലൂപ്പ് ഗെയിൻ. ആൻഡ് P12 അതാണ് 2 നോൺ ടച്ചിങ് ലൂപ്പിൻ്റെ ഗെയിൻ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. നമുക്ക് 3 അങ്ങനെ കോമ്പിനേഷൻ നോൺ ടച്ചിങ് ലൂപ്പുകളുടെ കോമ്പിനേഷൻ ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് ഇനി ഡെൽറ്റ കണ്ടുപിടിക്കാം. അപ്പോൾ ഡെൽറ്റ കണ്ടുപിടിക്കാനായിട്ടുള്ള ഇക്വേഷൻ എന്താ വെച്ച് കഴിഞ്ഞാൽ 1 - P11 + P12 + P31 അതായത് അവിടെ ആ ഇൻഡിവിജ്വൽ ലൂപ്പ് ഗെയിനുകളുടെ ആ ഗെയിൻ പ്രൊഡക്റ്റുകളുടെ സമ്മാണ് വരുന്നത്. ആൻഡ്
പ്ലസ് P12 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ രണ്ട് നോൺ ടച്ചിങ് ലൂപ്പ് ഉണ്ടല്ലോ അതിൻ്റെ ആ കോമ്പിനേഷൻ്റെ ഗെയിൻ പ്രൊഡക്റ്റ് ആണ്. അവിടെ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 1 മൈനസ് G4H1 മൈനസ് G5H2 പ്ലസ് G1 G8H1H2 പ്ലസ് G4 G5H1H2. നമ്മളിത് മൈനസ് ആണ്, അത് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താവും അവിടെ പ്ലസ് ആവും അല്ലേ. അപ്പോൾ 1 പ്ലസ് G4H1 പ്ലസ് G5H2. നമുക്ക് ഇവിടെ ഓൾറെഡി പ്ലസ് ആണ്, ഇവിടെ മൈനസ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ നെഗറ്റീവ് ആണ് വരിക. അപ്പോൾ നെഗറ്റീവ് G1 G8H1H2 പ്ലസ് G4 G5H1H2 നമുക്കവിടെ കിട്ടി. ഇനി നമുക്കവിടെ മേസൺസ് ഗെയിൻ ഫോർമുല യൂസ് ചെയ്യാം. അപ്പോൾ അവിടെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ 1/Δ സിഗ്മ K PK Δ K ഏതാണ് അവിടെ ഇക്വേഷൻ വരുന്നത്. അതിൽ K എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഫോർവേഡ് പാത്ത് ആണ്. നമുക്കിവിടെ 6 ഫോർവേഡ് പാത്ത് ആണ് അവിടെ ഉണ്ടായിരുന്നത്. സോ അവിടെ കെയുടെ വാല്യൂ നമുക്ക് അവിടെ വരുന്നത് 6 ആണ്. അപ്പോൾ നമുക്കവിടെ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 1/Δ P1 Δ1 പ്ലസ് P2 Δ2 പ്ലസ് P3 Δ3 പ്ലസ് P4 Δ4 പ്ലസ് P5 Δ5 പ്ലസ് P6 Δ6 ഇതാണ് നമ്മളിവിടെ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അവിടെ P1 നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. P1 to P6 നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. അത് ഫോർവേഡ് പാത്തുകളുടെ ഗെയിൻ ആയിരുന്നു. അതുപോലെ ഡെൽറ്റ നമ്മളിവിടെ കണ്ടുപിടിച്ചിരുന്നു. അതുപോലെ Δ1 Δ2 അപ് ടു Δ6 നമ്മളിവിടെ കണ്ടുപിടിച്ചിരുന്നു. അപ്പോൾ നമുക്ക് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം ഒരു ഇക്വേഷനിലേക്ക്. അപ്പോൾ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ വരും? G2 G4 G6 ഇൻറ്റു 1 പ്ലസ് G5H2 പ്ലസ് G3 G5 G7 ഇൻറ്റു 1 പ്ലസ് G4H1 പ്ലസ് G1 G2 G7 പ്ലസ് G3 G6 G8 മൈനസ് G4 G3 G7 G8H1 മൈനസ് G1 G2 G6 G8H2 ഹോൾ ഡിവൈഡഡ് ബൈ 1 പ്ലസ് G4H1. ഇതാണ് ഡെൽറ്റ എന്ന് പറയുന്നത്. 1 പ്ലസ് G4H1 പ്ലസ് G5H2 മൈനസ് G1 G8H1H2 പ്ലസ് G4 G5H1H2 എന്നോട് വരും. ഇങ്ങനെയാണ് നമ്മളവിടെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഡിറൈവ് ചെയ്യുക.